മുരുടേശ്വർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന ഭീമാകാരമായ ശിവന്റെ പ്രതിമ തന്നെയാണ്. കർണാടകത്തിലെ ഉത്തര കന്നഡത്തിലുള്ള മുരുടേശ്വർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. അറബിക്കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം. മുരുടേശ്വർ എന്നറിയപ്പെടുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ സമീപത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള 123 അടി, അതായത് 37 മീറ്റർ ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണുള്ളത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് വന്നാൽ കഥ ഇങ്ങനെയാണ്. മുരുടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ത്രേതായുഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. അമരത്വം നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നു. ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമായത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കുവാൻ തപസ് ആരംഭിച്ചു. തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു. അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയപ്പോൾ അത് ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് വരെ മറ്റൊരിടത്തും നിലത്ത് വെക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ശിവൻ രാവണന് നൽകി. സംഭവം അറിഞ്ഞ നാരദമുനി സ്വതവേ അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം കൈവശപ്പെടുത്തിയതിൽ ആശങ്കാകുലനാകുകയും മഹാവിഷ്ണുവിന്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയും ചെയ്തു. സൂര്യാസ്തമനത്തോടനുബന്ധിച്ചിട്ടുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാവണൻ എന്ന് മനസ്സിലാക്കി ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കുവാൻ ഒരു ഉപായം കണ്ടെത്തി. ആത്മലിംഗം കൈകളിൽ വഹിച്ചുകൊണ്ട് രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ മഹാവിഷ്ണുവും മായയാൽ സൂര്യനെ മറച്ചു. അസ്തമയ ഛായ സൃഷ്ടിച്ചു. പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയം ആയെന്ന് ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് തന്നെ പൂജകൾ നടത്താൻ കഴിയാതെ വിഷണ്ണനായി. ഈ അവസരത്തിൽ ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തി. വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജകൾ നടത്തിത്താൻ തിരികെ വരുന്നതുവരെ നിലത്ത് വെക്കാതെ ഈ ആത്മലിംഗം കൈകളിൽ തന്നെ വഹിച്ചു കൊള്ളണമെന്ന് രാവണൻ പറഞ്ഞു. എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ച് തിരികെ വരുന്നതിന് മുമ്പേ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തന്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു. അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയ രാവണൻ പരിഭ്രാന്തനായി തിരിച്ചെത്തി. അപ്പോൾ കാണാൻ കഴിയുന്നത് ഗണപതി ആത്മലിംഗം നിലത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചു. രാവണന്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിന്റെ മുകൾ ഭാഗം ഉൾപ്പെടുന്ന ഖണ്ഡം കുറച്ചകലെയുള്ള സുരത്കൽ എന്ന പ്രദേശത്ത് ചെന്നു പതിക്കുകയും ചെയ്തു. തുടർന്ന് രാവണൻ ലിംഗത്തിന്റെ പേടകവും പേടകത്തിന്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു. ഇവയിൽ ആവരണം വന്നു പതിച്ച കന്തുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി പുതിയ ചരിത്രത്തിലേക്ക് വന്നാൽ, രാമനാഗ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധയിൽ മുരുടേശ്വര ക്ഷേത്രത്തിന്റെ കഥ പതിയുകയും മുരുടേശ്വര ക്ഷേത്രത്തിന്റെ പിറവിക്ക് തന്നെ അത് കാരണമാകുകയും ചെയ്തു. തദ്ദേശവാസിയും ക്ഷേത്രവുമായി മുൻപ് തന്നെ ആത്മബന്ധമുണ്ടായിരുന്ന നിർമ്മാണ രംഗത്തെ പ്രമുഖനായ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചത്.